എല്ലാവർക്കും സ്വാഗതം. പത്രപ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ കെ.എം. റോയിയുടെ ഇരുളും വെളിച്ചവും എന്ന ലേഖന സമാഹാരത്തിൽ നിന്നും ഒരു ലേഖനം കേൾക്കാം. ലേഖനം രത്നത്തിൽ വിരിഞ്ഞ റോസാപ്പൂ. ഒരു കഥയിൽ നിന്ന് തുടങ്ങാം. കഥയെന്നാൽ ഒരു പഴയ കഥ. കഥകളിലാണല്ലോ നല്ല നല്ല ആശയങ്ങളുടെ രത്നങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത്. കണ്ടാൽ ഒരു തിളക്കവുമില്ലാത്ത രത്നങ്ങൾ. അവ കണ്ടെത്തി തുടച്ചു വൃത്തിയാക്കിയോ തേച്ചു മിനുക്കിയോ എടുക്കുമ്പോഴാണല്ലോ ആ രത്നങ്ങളുടെ വില ആർക്കും മനസ്സിലാവുക. അതുകൊണ്ടാണ് ചെറിയ ചെറിയ കഥകൾക്ക് വലിയ ഗ്രന്ഥങ്ങളെക്കാൾ വലിയ ആശയങ്ങളും തത്വങ്ങളും ജനങ്ങളെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് പഴയ കാലത്തെ ജ്ഞാനികളും പണ്ഡിതന്മാരും വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് മഹാന്മാർ കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞുകൊടുത്ത് അതിൽ നിന്നുള്ള വലിയ പാഠങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ചു. ആ കഥകളിൽ ഒളിഞ്ഞുകിടന്ന രത്നങ്ങൾ മാനവരാശിയുടെ ചരിത്രത്തിൽ പ്രകാശം പരത്തി. അല്ലെങ്കിൽ മാനവരാശിയുടെ പന്ഥാവുകളിൽ വഴിവിളക്കുകളായി മാറി. അങ്ങനെ പറഞ്ഞു കൊടുക്കപ്പെട്ട കഥകൾ ആ മഹാന്മാർ എങ്ങും കുറിച്ചിട്ട് പോലുമില്ല. പക്ഷേ ആ കഥകൾ തലമുറകൾ കൈമാറി. ഓരോ കഥയെക്കുറിച്ചും പിന്നീട് ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കപ്പെട്ടു. ശ്രീബുദ്ധനായാലും സോക്രട്ടീസ് ആയാലും യേശുക്രിസ്തുവായാലും ഒന്നും എഴുതിയവരായിരുന്നില്ല. ഒന്നും എവിടെയും കുറിച്ചിട്ടവരുമായിരുന്നില്ല. ഒറ്റപ്പെട്ടവരോടും കൂട്ടം കൂടിയിരുന്നവരോടും ഈ മഹാന്മാർ സംസാരിക്കുക മാത്രമാണ് ചെയ്തത്. ഈ സംസാരത്തിനിടയിലെ കഥകൾ യഥാർത്ഥത്തിൽ രത്നങ്ങളുടെ ചെപ്പുകളായിരുന്നു. ഇവിടെ കുറിച്ചിടുന്ന കഥ ഏത് മഹാൻ പറഞ്ഞതാണെന്ന് ആർക്കും അറിയില്ല. തലമുറകൾ കൈമാറി പറഞ്ഞു വരുന്ന ഒരു കഥ. ഒരു രാജാവിൻ്റെ കയ്യിൽ ഒരു വലിയ രത്നമുണ്ടായിരുന്നു. തേച്ചു മിനുക്കിയെടുത്ത ആ രത്നത്തിന് വലിയ തിളക്കമായിരുന്നു. അതിനേക്കാളേറെ മനോഹാരിതയുമായിരുന്നു. രാജാവ് എപ്പോഴും ആ രത്നത്തെക്കുറിച്ച് പറഞ്ഞ് അഭിമാനം കൊള്ളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രത്നം തൻ്റെ രാജ്യത്തിൻ്റെ ദേശീയ ചിഹ്നമായി രാജാവ് പ്രഖ്യാപിച്ചു. അങ്ങനെ ഇരിക്കവെയാണ് ആ രത്നത്തിന് കേടുപറ്റിയത്. ആ രത്നത്തിൽ എങ്ങനെയോ ഒരു പോറൽ വീണു. ഒരു മുടിനാരിഴ പോലുള്ള ഒരു പോറൽ. തിളക്കം പോലും കുറഞ്ഞു പോയതായി രാജാവിന് തോന്നി. അദ്ദേഹം ആകെ അസ്വസ്ഥനായി. രാജാവ് നാട്ടിലെ പ്രധാന രത്നവ്യാപാരികളെയെല്ലാം വിളിച്ചുകൂട്ടി. രത്നത്തിൽ വീണ പോറലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ഉദ്ദേശം. ഈ രത്നത്തിന് നാശം വന്നുപോയി, ഒരു വിഭാഗം രത്നവ്യാപാരികൾ പറഞ്ഞു. ഈ രത്നക്കല്ലിന് ഇനിയൊരു വിലയുമില്ല, മറ്റൊരു വിഭാഗം വിദഗ്ധർ പറഞ്ഞു. രാജാവിന് കടുത്ത നിരാശയായി. കാരണം ആ രത്നം രാജാവിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി കഴിഞ്ഞിരുന്നു. അത് ശോഭയറ്റതും വിലയറ്റതുമായി തീർന്നത് രാജാവിന് സഹിക്കാനായില്ല. രത്നത്തിൻ്റെ നഷ്ടപ്പെട്ട മനോഹാരിതയും ശോഭയും വീണ്ടെടുക്കാൻ കഴിവുള്ള, അതിൻ്റെ കേടുപാടുകൾ മാറ്റാൻ കഴിവുള്ള ആരെങ്കിലും രാജ്യത്തുണ്ടാവുമോ? രാജാവ് ആലോചിച്ചു. ഒടുവിൽ രാജ്യത്താകെ രാജാവ് വിളംബരം ചെയ്തു. ഈ രത്നത്തിൻ്റെ പോറൽ മാറ്റി കേടുപാടുകൾ തീർത്ത് പഴയ പോലെ മനോഹരമാക്കി മാറ്റുന്ന ഏതൊരാൾക്കും വലിയ പ്രതിഫലം നൽകുന്നതാണ്. പക്ഷേ ആരും അതിന് മുന്നോട്ട് വന്നില്ല. രാജാവ് മിക്കവാറും ആശയറ്റ നിലയിലായി. ഒരു ദിവസം ഒരു വൃദ്ധൻ രാജകൊട്ടാരത്തിലെത്തി. ദരിദ്രനായ ആ പഴയ പണിക്കാരൻ രത്നത്തിൻ്റെ കേടുപാടുകൾ തീർത്തു തരാമെന്ന് രാജാവിന് ഉറപ്പുകൊടുത്തു. ആ വൃദ്ധൻ ഇങ്ങനെ പറഞ്ഞു: ഈ രത്നത്തിൻ്റെ വിലകെടുത്തിയ, ഭംഗി നശിപ്പിച്ച ഈ വലിയ പോറൽ തന്നെ ഇതിൻ്റെ പഴയ മനോഹാരിതയ്ക്ക് കാരണമായി തീരും. രാജാവിന് വൃദ്ധൻ ഉറപ്പുകൊടുത്തു. രാജാവിന് ആ വാക്കുകൾ വിശ്വസിക്കാനായില്ല. എങ്കിലും ആ രത്നപ്പണിക്കാരനെ രാജാവ് രത്നം ഏൽപ്പിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. രാജാവിൻ്റെ പ്രതീക്ഷയെല്ലാം മിക്കവാറും നഷ്ടപ്പെട്ടിരുന്നു. ഏതാനും ദിവസം കഴിഞ്ഞ് ഒരു നാൾ രത്നപ്പണിക്കാരൻ രാജസന്നിധിയിലെത്തി. തൻ്റെ കയ്യിൽ കൊണ്ടുവന്നിരുന്ന കൊച്ചു പെട്ടിയിലെ പട്ടു തുണിപ്പൊതി തുറന്നപ്പോൾ രാജാവ് അത്ഭുത സ്തബ്ധനായിപ്പോയി. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. രത്നം പണ്ടത്തേക്കാൾ മനോഹരമായിരിക്കുന്നു. കാരണം
രത്നത്തിന് മുകളിൽ മനോഹരമായ ഒരു റോസാപ്പൂവ് വിടർന്നു നിൽക്കുന്നു. ഉജ്ജ്വല ശോഭയ്ക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന റോസാപുഷ്പം. രാജാവ് തൻ്റെ കൈവെള്ളയിൽ വെച്ച് രത്നം ഇമ വെട്ടാതെ നോക്കി. രത്നത്തിൽ വീണ പഴയ പോറൽ ആ റോസാപ്പൂവിൻ്റെ തണ്ടായി മാറിയിരിക്കുന്നു. ആ തണ്ടിന്മേലാണ് വിരിഞ്ഞു നിൽക്കുന്ന റോസാപുഷ്പം ആ രത്നശില്പി കൊത്തിയുണ്ടാക്കിയിരുന്നത്. ആ രത്നത്തിൻ്റെ ശോഭയാകെ കെടുത്തിക്കളഞ്ഞ് രാജാവിനെ നിരാശയിലാഴ്ത്തിയ ആ വലിയ പോറൽ വിരിഞ്ഞു നിൽക്കുന്ന റോസാപ്പൂവിൻ്റെ മനോഹരമായ തണ്ടാണ്. ആ രത്നപ്പണിക്കാരനെ എത്ര അഭിനന്ദിച്ചിട്ടും രാജാവിന് മതി വന്നില്ല. വൃദ്ധനായ ആ രത്നശില്പിക്ക് രാജാവ് പാരിതോഷികങ്ങൾ വാരിക്കോരി കൊടുത്തു. വികൃതമായ ആ പോറൽ ഒരു മനോഹര ശില്പമാക്കി മാറ്റിയതിനുള്ള പാരിതോഷികം. ആ രത്നത്തിൽ രാജാവ് തൻ്റെ ജീവിതം കണ്ടു. രാജ്യത്തെ പ്രജകളും തങ്ങളുടെ ജീവിതം കണ്ടു. ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരിതങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിനേൽക്കുന്ന പോറലുകൾ, അവ ഒരുപക്ഷെ ആഴമുള്ളതും വലിയ വേദന സൃഷ്ടിക്കുന്നതുമായിരിക്കും. എന്നാൽ മനുഷ്യൻ തീരുമാനിച്ചാൽ ആ രത്നശില്പി ചെയ്തതുപോലെ ആ പോറലുകളെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകുന്ന മനോഹര ദൃശ്യങ്ങളാക്കി മാറ്റാൻ കഴിയും. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തെ, നിശ്ചയത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഈശ്വരൻ എല്ലാത്തിനും അവസരം നൽകുന്നു. ആ അവസരങ്ങളിലൂടെ നമ്മുടെ വിധിയെഴുത്ത് നടത്തേണ്ടത് നാം ഓരോരുത്തരുമാണ്. നിഷേധ ചിന്തകൾ മനസ്സിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇട നൽകാതിരുന്നാൽ ഇത് ഏതൊരു മനുഷ്യനും സാധ്യമാവുകയും ചെയ്യും. ഇതോടെ ഇന്നത്തെ ഓഡിയോ പൂർണ്ണമാകുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. നന്ദി, നമസ്കാരം.